ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത് നമ്മുടെ ദൈവം. ആ ദൈവത്തെ കൂട്ടുപിടിച്ചാൽ ദൈവം നമുക്ക് കവചമാകും, നമ്മുടെ ശത്രുക്കൾക്ക് കാലനായിട്ട് മാറും. അങ്ങനെ ദൈവം പ്രവർത്തിക്കുന്നതായിട്ട് വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. നിനക്ക് കവചം, നിൻ്റെ ശത്രുവിന് കാലൻ. ഒരു സംഭവം പറഞ്ഞ് കേട്ടത് ഞാൻ ഓർക്കുകയാണ്. ഒരു മനുഷ്യൻ, പുള്ളി രോഗിയാണ്, ശാരീരികമായിട്ട് കുറേ രോഗാവസ്ഥകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്ര ആരോഗ്യ ദൃഢഗാത്രനൊന്നുമല്ല. അവരുടെ ഒരു വീട് ഷിഫ്റ്റിംഗ് വന്നു. ഈ മനുഷ്യന് രോഗം, മക്കൾ എന്ന് പറഞ്ഞാൽ 2 പെൺകൊച്ചുങ്ങളാണ്, ഭാര്യ. ഇനി അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു ആ ഒരു വീട് ഷിഫ്റ്റിംഗ്. പക്ഷെ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല. കാരണം പറഞ്ഞത്, ഈ മനുഷ്യൻ്റെ 3 സുഹൃത്തുക്കൾ. ഇദ്ദേഹം നല്ല ആത്മാർത്ഥതയുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ നല്ല കറതീർന്ന കൂട്ടുകാരുണ്ടായിരുന്നു. ഇവർ 3 പേരുമാണ് ദിവസങ്ങളോളം അവർ അധ്വാനിച്ച് ആ വീട് ഷിഫ്റ്റിംഗ് മനോഹരമായിട്ട് അവർ ചെയ്തു. ഈ മനുഷ്യൻ കഷ്ടപ്പെടേണ്ടി വന്നില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയോ മക്കളോ കഷ്ടപ്പെടേണ്ടി വന്നില്ല. കാരണം നല്ല സുഹൃത്തുക്കൾ. അങ്ങനെയെങ്കിൽ ദൈവം നമ്മുടെ നല്ലൊരു സുഹൃത്തായി മാറിയാൽ എന്ത് അഡ്വാൻറ്റേജ്, എന്തുമാത്രം അനുഗ്രഹം അതിലൂടെ നമുക്കുണ്ടാകാം. ദൈവത്തെ ഒരു നല്ല സുഹൃത്തായിട്ട് കണ്ട് കൂട്ടുപിടിച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതുമൂലം ഉണ്ടാകാവുന്ന നേട്ടം ചില്ലറ നേട്ടമാണോ? യോഹന്നാൻ 15-ാമത്തെ വചനമെടുത്താൽ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളെ വിളിക്കുന്നത് വേലക്കാരെന്നല്ല, നിങ്ങളെൻ്റെ സുഹൃത്തുക്കളാണ്. കർത്താവ് പറഞ്ഞൊരു കാര്യം, ഐ കോൾ യു മൈ ഫ്രണ്ട്. നീ എൻ്റെ സുഹൃത്താണ്. അങ്ങനെ ഒരു സൗഹൃദം യേശുവുമായിട്ട് നമുക്ക് സ്ഥാപിക്കാൻ പറ്റിയാൽ നമ്മൾ ഈ അനാവശ്യ കൂട്ടുകെട്ടുകളോ അങ്ങനെയുള്ള നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന അസോസിയേഷൻ, അതിലേക്കൊന്നും നമ്മൾ പോകത്തില്ല. നമുക്ക് വേണ്ടത് ദൈവവുമായിട്ടുള്ള ആ വിശുദ്ധമായ ശുദ്ധമായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ട്. അതിന് നമ്മെ സപ്പോർട്ട് ചെയ്യുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന നല്ല ശുദ്ധരായിട്ടുള്ള കൂട്ടുകാർ. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വചനമെടുത്താൽ നമ്മുടെ ഒരു അവകാശം എന്നോണം കർത്താവ് വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നാം അവകാശികളാണ്, യേശുക്രിസ്തുവിനോടൊപ്പം കൂട്ടവകാശികളുമാണ്. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ദൈവം പറയുന്നത് പോലെ ഒന്ന് ജീവിച്ചാൽ മതി. അങ്ങനെയുള്ളവർ അവകാശികൾ, ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ അവകാശികളാണ്, യേശുക്രിസ്തുവിൽ കൂട്ടവകാശികളുമാണ്. ഈ ഒരു കാര്യം ബോധ്യപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ നേട്ടങ്ങൾ അതിലൂടെ ഉണ്ടാകും എന്ന് തിരിച്ചറിയാം. നമുക്കിനി നമ്മുടെ ദൈവത്തിന് എന്താകാൻ പറ്റും, നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരു 3-4 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, ദൈവത്തിന് നമുക്ക് ഒരടിസ്ഥാനമായി മാറാൻ പറ്റും. നമുക്കറിയാം, ഒരു കെട്ടിടം പണിതുയർത്തുമ്പോൾ അടിസ്ഥാനം, ഫൗണ്ടേഷൻ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവവചനം ദൈവം തന്നെയാണ്. യോഹന്നാൻ 1:1 വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന അതാണ്. നമ്മളൊരു ഭവനം പണിയുമ്പോൾ, നമ്മുടെ ജീവിതം പണിതുയർത്തുമ്പോൾ എങ്ങനെയായിരിക്കണം? മത്തായി 7-ാം അധ്യായം 21 മുതൽ വായിക്കുമ്പോൾ, പാറമേൽ ഭവനം പണിയണം. അത് ആരാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുക? ദൈവവചനം കേട്ടിട്ട് ആ വചനം ജീവിക്കുന്നവർ. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, പാറമേൽ ഭവനം പണിത വിവേകവതി. മണൽപ്പുറത്ത് ഭവനം പണിത വ്യക്തിയാണെങ്കിൽ ഭോഷൻ. അതാരാ? ദൈവവചനം കേൾക്കും, ബൈബിൾ വായിക്കും എല്ലാ ദിവസവും, പക്ഷെ അതൊന്നും ജീവിക്കാനുള്ള പരിശ്രമം ഇല്ലാത്തവര്. അവര് മണലിൻ്റെ പുറത്ത് കൊണ്ടുപോയി ഭവനം പണിത അവിവേകിയായ വ്യക്തിക്ക് സമാനമാണ്. അതല്ല നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്തെ കാര്യം, ദൈവത്തിന് നമ്മുടെ കവചമായി മാറാൻ പറ്റും. വചനം ദൈവമാണല്ലോ. സുഭാഷിതങ്ങൾ 30-5-ാമത്തെ വചനം എടുത്താൽ, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വചനം കവചമാണ്. അപ്പോൾ ഈ വചനം ദൈവമാണെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം ഒരു കവചമായിട്ട് മാറും. ആ കവചം ഉള്ളിടത്തോളം കാലം നമ്മൾ കൂടുതൽ സുരക്ഷിതരായിട്ട് മാറും എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടതില്ല. സങ്കീർത്തനം 32-10-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവത്തിൻ്റെ സ്നേഹം വലയം ചെയ്യും. അതൊരു കവചമാണ്. ആ കവചത്തിൽ നമ്മൾ സുരക്ഷിതരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രഭാഷകൻ 34-19 എടുക്കുമ്പോൾ മറ്റൊരു കാര്യം, ദൈവത്തിന് നമുക്ക് വേണ്ടി എന്താകാൻ പറ്റും, നമ്മുടെ കുടുംബത്തിന് എന്തായി മാറാൻ പറ്റും എന്ന് ഈ വചനം പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 34-19, ചുടുകാറ്റിൽ അഭയവും പൊരിവെയിലിൽ തണലുമാകാൻ ദൈവത്തിന് പറ്റും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ആർക്കും മനസ്സിലാക്കാൻ എളുപ്പമാണ്. ചുടുകാറ്റിൽ ഒരഭയം, പൊരിവെയിലിൽ ഒരു തണല്. ഇതെല്ലാം നമ്മൾ ഒരുപാട് ആസ്വദിക്കുന്ന കാര്യങ്ങളാണ്, നമുക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ്. പുറപ്പാട് 23-22 വായിച്ചാൽ, നിന്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും, നീ അതുകൊണ്ട് നിന്റെ ശത്രുക്കളെ ഭയപ്പെടേണ്ടതില്ല, നിന്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും എന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് 4-ാമത്തെ കാര്യം, ശത്രുക്കൾക്ക് ദൈവം ഒരു കാലനായിട്ട് മാറും. പുറപ്പാട് 23-27 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അവൻ പിന്തിരിഞ്ഞോടും, ഞാൻ മൂലം നിന്റെ ശത്രുക്കള് പിന്തിരിഞ്ഞോടും. നിയമാവർത്തനം 21:10 വായിച്ചാൽ, നീ അവരെ അടിമകളാക്കും, ദൈവം മൂലം നിന്റെ ശത്രുക്കളെ നീ അടിമകളാക്കും. നിയമാവർത്തനം 28-7 വായിച്ചാലോ,
ഒരു വഴിയെ വരുന്ന നിന്റെ ശത്രുക്കൾ 7 വഴിയെ തിരിച്ചോടുന്നത് നിനക്ക് കാണാൻ പറ്റും. ഇവിടെയെല്ലാം ഇവിടെ ശത്രുക്കൾക്ക് ദൈവം കാലനായി മാറും എന്നുള്ളതിൻ്റെ ആ ഒരു സന്ദേശമാണ്. 2 സാമുവേൽ 7:9 നിന്റെ ശത്രുക്കളെയെല്ലാം ഞാൻ നശിപ്പിക്കും. 1 ദിനവൃത്താന്തം 17:8 വായിച്ചാൽ നിന്റെ ശത്രുക്കളെ ഞാൻ ഛേദിച്ചു കളയും, മുറിച്ചു മാറ്റും. അതുപോലെ തന്നെ ജെറമ്യ 30:16 വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ശത്രുക്കൾ പ്രവാസികളാകും, അവരെ കൊള്ളയടിക്കപ്പെടും. ഇതെല്ലാം വചനത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ദൈവത്തിന് ഇതെല്ലാമായി മാറാൻ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഇതെല്ലാമായി മാറാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. ഇനി ദൈവം കവചവും കാലനുമായി മാറിയ ചില സംഭവങ്ങൾ ബൈബിളിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. പുറപ്പാട് 10:22 23 വായിച്ചാൽ ഇസ്രായേൽക്കാർക്ക് വെളിച്ചം നൽകിയപ്പോൾ ഈജിപ്തുകാർക്ക് കൂരിരുട്ട്. ഈജിപ്തുകാരുടെ ശത്രുക്കൾ കൂരിരുട്ടിൽ അവർക്ക് ഒരു കാലനായി മാറിയ ദൈവത്തെ കാണാൻ പറ്റും. 14-ാം അധ്യായം എടുക്കുമ്പോഴോ പുറപ്പാട് 14 ഇസ്രായേൽക്കാർക്ക് ദൈവം വെള്ളത്തിലൂടെ വഴിവെട്ടിക്കൊടുത്തു. ഈജിപ്തുകാർ വന്നപ്പോഴോ മാറി നിന്ന വെള്ളം തിരിച്ചു കൊണ്ടുവന്ന് അവരെ വെള്ളപ്പൊക്കത്തിൽ നശിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ജോഷുവ 10:9 മുതൽ വായിക്കുമ്പോൾ ജോഷുവയ്ക്കും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് മിന്നലാക്രമണം നടത്താനുള്ള ആ ഒരു കഴിവ് കർത്താവ് കൊടുത്തു. പിന്നെ ശത്രുക്കൾ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയവരുടെ മേൽ പോലും കൺമഴ പെയ്യിച്ച് അവരെ നിഗ്രഹിക്കുന്ന ഒരു രംഗം ഈ അധ്യായത്തിൽ കാണാൻ പറ്റും. ജോഷുവയുടെ പുസ്തകം 10-ാം അധ്യായം. യെശയ്യാ 37:39 വായിക്കുമ്പോൾ ഹെസക്കിയായിക്ക് കവചമായി മാറിയ ദൈവം, സെന്നക്കെരുവിനോ അവന് കാലനായി മാറിയ ദൈവം. അവൻ്റെ അതായത് ശത്രുപാളയത്തിലേക്ക് ഒരു ദൂതൻ വന്നിട്ട് 1,85,000 പേരെ, സെന്നക്കെരുവിൻ്റെ ആൾക്കാരാണ്, അവരെ ഒറ്റ രാത്രി വധിച്ചു. അങ്ങനെ അവന് ഒരു കാലനെ പോലെ പെരുമാറിയ ദൈവത്തെ കാണാൻ പറ്റും. 2 മക്കബായർ 10:24 മുതൽ വായിക്കുമ്പോൾ യൂദാസ് മക്കബേയുസ് അവന് കവചമായി നിന്ന ദൈവത്തെ കാണാൻ പറ്റും. ഇനി തിമോത്തിയോസ് അവനൊരു കൂലിപ്പടയുമായിട്ട് ഇവർക്കെതിരെ വന്നതാണ്. അവരെ അന്ധാളിപ്പിക്കുകയും അവർക്ക് ഒരു കാലനായി മാറുകയും ചെയ്ത ദൈവത്തെ ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ വെളിച്ചത്തിൽ അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്, ദൈവമില്ലാത്തവൻ വേലിയില്ലാത്ത വസ്തു പോലെയാണ്. പ്രഭാഷകൻ 36:30 പറഞ്ഞിട്ടുണ്ട്, ഭാര്യയില്ലാത്തവൻ വേലിയില്ലാത്ത വസ്തു പോലെയാണ്. ഇതുപോലെ ദൈവമില്ലാത്തവൻ വേലിയില്ലാത്ത വസ്തു പോലെയാണ്, ദൈവമുള്ളവൻ സുരക്ഷിതനാണ്. ആ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരുവാനും അതനുസരിച്ച് ജീവിക്കുവാനും വേണ്ട കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.